നമസ്കാരം. സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി സ്വർഗത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നേരിട്ട് വർഷിക്കുന്നതായ ദിനം. ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ ഒന്നായ വൈകുണ്ഠ ഏകാദശി ഒരുപാട് വിശ്വാസികളുടെ കാത്തിരിപ്പും പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും സഫലീകരണവുമാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ ദിവസം ഈ വർഷം, അതായത് 2025 2 തവണ വരുന്നതാണ്. ഒന്ന് വർഷാരംഭത്തിൽ തന്നെയും പിന്നീട് വർഷാവസാനവും. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി. ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ജനുവരി 10 വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്ന് പരാമർശിക്കുന്നതാകുന്നു. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻ വാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തേക്ക് കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം. കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം വൈകുണ്ഠ ഏകാദശി ആചരിക്കുന്നതുമാണ്. ഗുരുവായൂർ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തൃശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശ ക്ഷേത്രം, കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തുറവൂർ മഹാക്ഷേത്രം, വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രം, കാസർഗോഡ് അനന്തപുര തടാക ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ സവിശേഷമായ പ്രാധാന്യത്തോടെ ഈ ദിവസം ആചരിക്കുന്നതുമാണ്. ഇനി ഏവരും അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഐതിഹ്യമുണ്ട്. ചുരുക്കി പറയാം, പ്രധാനമായും 2 വിശ്വാസങ്ങളാണ് സ്വർഗവാതിൽ ഏകാദശിയുമായി ചേർന്ന് നിൽക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. എങ്കിലും മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യവും പ്രചാരവും ഉള്ളത്. തന്റെ ഭക്തർക്കായി മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അഥവാ സ്വർഗ കവാടം തുറക്കുന്ന ദിവസമാണ് ഇത് എന്നാണ് വിശ്വാസം. അതുവഴി ഇഹലോക സുഖവും പരലോക മോക്ഷവും സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നതുമാകുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ജനുവരി 9, 2025 ഉച്ചയ്ക്ക് 12:22 ഏകാദശി തിഥി അവസാനിക്കുന്നത് ജനുവരി 10 രാവിലെ 10:19 പാരണ വീടേണ്ടതായ സമയം ജനുവരി 11 രാവിലെ 6:40 മുതൽ രാവിലെ 8:22 വരെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാകുന്നു. സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനം തലേ ദിവസം നിങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. തലേന്ന് ഒരിക്കലൂണ് മാത്രം നടത്തണം എന്നാണ് വിധി. ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസമാണ് നടത്തേണ്ടത്. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ധാന്യാഹാരം ഒഴിവാക്കി പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ അരിയാഹാരം ഒഴിവാക്കിയോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം എണ്ണ തേച്ചുള്ള കുളി പാടുള്ളതല്ല. പകൽ സമയം ഉറങ്ങുക എന്ന കാര്യവും ദോഷകരം തന്നെയാകുന്നു. ശുദ്ധിയുള്ളതും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ സ്ത്രീകൾ ഇപ്രകാരം ധരിക്കുന്നത് ശുഭകരമല്ല. അതായത് സുമംഗലികളായ സ്ത്രീകൾ വെള്ള നിറം മാത്രം ധരിക്കുന്നത് ശുഭമല്ല. അതിനാൽ മറ്റൊരു നിറം കൂടിയുള്ള വസ്ത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്ത് കടക്കുകയും ചെയ്യണം എന്നാണ് വിശ്വാസം. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. അനുഷ്ഠിക്കാത്തവരാണ് എങ്കിൽ പോലും ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റ് ചിന്തകൾക്ക് ഒന്നും ഇട നൽകാതെ വിഷ്ണു ദ്വാദശ നാമങ്ങൾ, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം
എന്നിവ പാരായണം ചെയ്യുകയോ അല്ല ജപിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഏകാദശി ദിവസത്തിൽ ഉടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും 108 നിങ്ങൾ ജപിക്കുക. എത്ര തവണ വേണമെങ്കിലും എത്ര ജപിക്കുകയാണ് എങ്കിലും സർവ ഐശ്വര്യപ്രദമാണ്. നിങ്ങൾ ഇത്ര തന്നെ ജപിക്കണം എന്നില്ല. 108 ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതിനുശേഷം എത്ര വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ഇന്നേ ദിവസം ജപിക്കാം. സർവ ഐശ്വര്യമാണ് ഫലമായി വന്നു ചേരുക. ഈ ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലെയും മലരുമിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പാരണവീടൽ എന്നാണ് ഇതിനെ പരാമർശിക്കുന്നത്. ഇത് ഏവർക്കും അറിയാവുന്നതായ കാര്യമാകുന്നു. ഇപ്രകാരം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. ഫലങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഒരുപാട് ഫലങ്ങളും ഐശ്വര്യവും സ്വർഗവാതിൽ ഏകാദശി ആചരിക്കുന്നവർക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും മാത്രമല്ല, രോഗദുരിതങ്ങളാൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും. രോഗശമനം വന്നു ചേരും. വൈകുണ്ഠപ്രാപ്തി അഥവാ മോക്ഷപ്രാപ്തി നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അതിനാൽ ഈ അവസരം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. കാര്യസിദ്ധി, ദൈവാനുഗ്രഹം അഥവാ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കും. ആപത്തുകളിൽ നിന്നും, അത് ഏത് ആപത്താണ് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം ലഭിക്കും. ഇത്തരത്തിൽ നിരവധിയാർന്ന ഫലങ്ങളാണ് വന്നു ചേരുക. ഇതേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും ഇതേ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് വ്രതം എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും ബാധകമാണ്. ജനുവരി 9, ജനുവരി 10, 11 എന്നീ തീയതികളിൽ ചെയ്യരുത്. അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. തുളസി 10-ാം തീയതി പറിക്കുകയോ ജലം അർപ്പിക്കുകയോ ചെയ്യരുത്. അത് ദോഷകരമായി ഭവിക്കും. ദേവിയും വ്രതത്തിലായിരിക്കും എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. പകലുറക്കം പാടുള്ളതല്ല, നിഷിദ്ധമാണ്. കുളിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. പ്രത്യേകിച്ചും അതിരാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ച് അടുക്കളയിൽ പ്രവേശിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ തീർച്ചയായും ധരിക്കാതിരിക്കണം. ശുഭവസ്ത്രങ്ങൾ തന്നെ നിങ്ങൾ ധരിക്കണം. അതല്ല എങ്കിൽ രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ദേഷ്യം, അനാവശ്യമായ വാക്കുകൾ ഒരിക്കലും പാടുള്ളതല്ല. ഉറക്കെയുള്ള സംസാരം പാടുള്ളതല്ല. എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ്. വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. 2 നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക. വൈകുന്നേരവും ബ്രാഹ്മമുഹൂർത്തത്തിലും കഴിവതും പ്രധാന വാതിൽ നിങ്ങൾ തുറന്നിടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കുന്നവർ ചെയ്യുക. വ്രതം എടുക്കുവാൻ തീരുമാനിച്ചവരാണ് എങ്കിൽ ഒരിക്കലും അവരെ പിന്തിരിപ്പിക്കുവാൻ പാടുള്ളതല്ല. അവർക്ക് സാധിക്കുന്ന രീതിയിൽ വ്രതം എടുക്കേണ്ടത് അനിവാര്യമാകുന്നു. എണ്ണ തേച്ചുള്ള കുളി നിഷിദ്ധമാണ്. അതിനാൽ അത് പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. സുമംഗലികൾ സിന്ദൂരം തൊടേണ്ടത് അനിവാര്യമാണ്. സ്ത്രീകൾ പൊട്ടു തൊടുന്നതും, അതായത് സുമംഗലികളല്ലാത്ത സ്ത്രീകൾ പ്രത്യേകിച്ചും പൊട്ടു തൊടുന്നതും കയ്യിൽ കുപ്പിവളകൾ അണിയുന്നതും ഏറ്റവും വിശേഷവുമാണ്. ശ്രീകൃഷ്ണ വിഗ്രഹം അഥവാ ചിത്രം ഉള്ളവർ തുടച്ച് വൃത്തിയാക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ തുളസി ജലം തളിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ചവറ് കൂട്ടി ഈ ദിവസങ്ങളിൽ കത്തിക്കുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കടം വാങ്ങാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കടം വാങ്ങുന്നതും അതീവ ദോഷകരമാണ്. ഒട്ടും സാധിക്കുന്നില്ല, അത്രമേൽ ആവശ്യമുണ്ട് എങ്കിൽ മാത്രം ചെയ്യുക. അതല്ല എങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. കാരണം വർഷത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ ആരാധിച്ച് എവർക്കും മുന്നോട്ട് പോകാവുന്നതാണ്. ശരിയായ രീതിയിൽ തന്നെ വ്രതം പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.